കന്നഡയും കൈരളിയും കൈകോർക്കുന്ന കാസർഗോഡ് മുതൽ ദ്രാവിഡദേശവും കേരളവും കൈകോർക്കുന്ന തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ആ 14 ജില്ലകളിലും ഇത്തവണ മികച്ച മുന്നേറ്റമാണ് കോൺഗ്രസും UDFും പ്രതീക്ഷിക്കുന്നത്. വലിയ മുന്നേറ്റം ഇത്തവണയുണ്ടാകുമെന്ന കോൺഗ്രസ് ക്യാമ്പിന്റെ അവകാശവാദത്തിന് കാര്യങ്ങൾ ഏറെയുണ്ട്. 9.5 വർഷമായി കേരളം ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിനെതിരായ വിധിയെഴുത്ത്, കേന്ദ്രത്തിൽ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ മതവർഗീയവാദത്തിനെതിരായ വിധിയെഴുത്ത്, അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണ മോഷണമടക്കമുള്ള വിഷയങ്ങൾ ഇത്തവണ ചർച്ചയാകുമെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ തവണ നഷ്ടമായ ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ. കോൺഗ്രസ് അതിന്റെ എല്ലാ സംഘടനാ മെഷീനറിയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ശബരിമല സ്വർണ്ണമോഷണം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ കേരളത്തിലാകമാനം വലിയ ക്യാമ്പയിനുകളാണ് കോൺഗ്രസ് നടത്തുന്നത്. ആ ക്യാമ്പയിനുകൾ ഇത്തവണ വിജയത്തിലെത്തിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. സംസ്ഥാന നേതാക്കന്മാർ, MLA മാർ, MP മാർ എല്ലാവരും ഗ്രൗണ്ടിലിറങ്ങി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കോൺഗ്രസിന് ഇത്തവണ തിരിച്ചു വരണം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടാൻ കഴിയുമെന്നാണ് എല്ലാവരും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളുടെ പ്രതീക്ഷ. കാരണം കേരളത്തിലെ ആനുകാലിക വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. അതോടൊപ്പം തന്നെ പുതിയ വികസനമൊന്നും എത്തിക്കാതെ സ്വജനപക്ഷപാതവും അഴിമതിയും മുഖമുദ്രയാക്കിയ ഇടതു സർക്കാരിനെതിരായ വിധിയെഴുത്തുണ്ടാകുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുകയാണ്. മുൻകാലത്തെ പോലെയല്ല, ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടു കൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പുകളിൽ വ്യാപകമായ റിബൽ ശല്യം കോൺഗ്രസിൽ ഉണ്ടാകുമായിരുന്നു. വിമത സ്ഥാനാർത്ഥികളുടെ വലിയ പട തന്നെ ഉണ്ടാകുമായിരുന്നു. എന്നാൽ വിരലിലെണ്ണാവുന്ന വിമത സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇത്തവണ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് വലിയ വിജയം നേടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുന്നത്. ഏറ്റവും അവസാനം പാലക്കാട് MLA-ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ച മാന്യമായ നിലപാട് വോട്ടർമാർക്കിടയിൽ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനെ കുറിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു ഐതിഹാസികമായ തിരിച്ചുവരവ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് വോട്ടർമാരുള്ളത്. ആ കണക്കുകൂട്ടലിന് കരുത്തേകുന്ന രൂപത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 9, 11 അതായത് ഡിസംബർ 9, 11 തീയതികളിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഡിസംബർ 13 രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും ഉജ്ജ്വലമായ ലീഡ് നേടി കേരളത്തിലെ 65% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയം നേടാമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടലും പ്രതീക്ഷയും. അതോടൊപ്പം തന്നെ ഉജ്ജ്വല മുന്നേറ്റമുണ്ടാക്കി കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാമെന്നും പാർട്ടി കണക്കുകൂട്ടുകയാണ്.